മോഹൻ വർഗീസ്, ഇവിടെ നേരത്തെ പി ആർ ശിവശങ്കർ പറയുന്നത് പോലെ ഒരു MLA പിടികൂടാനുള്ള കഴിവില്ലാത്തവരാണോ 15 ദിവസമായി കേരള പോലീസ് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോ ഈ 15 ദിവസം മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യാതിരുന്നതാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം സെക്സ് പൊളിറ്റിക്സ് എന്ന വാക്കിന്ന് ഉപയോഗിക്കുന്ന ടി സിദ്ദിഖ് MLA ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വിഷയം സജീവമാക്കി നിർത്താൻ CPM ശ്രമിച്ചു. അതവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതിൽ അവർ ഉറപ്പായും വിജയിച്ചു. ആ വിഷയം CPM രാഷ്ട്രീയ നേട്ടമുണ്ടായി കൊടുക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ, ശ്രീ മോഹൻ വർഗീസ്? രാഷ്ട്രീയ നേട്ടം ഉണ്ട് എങ്കിൽ അത് കേവലം താൽക്കാലികം മാത്രമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏറ്റവും മൂർച്ചയുള്ള ആയുധം, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് സമയത്ത് ഹാഷ്മി, ആ ആയുധം സ്ത്രീ സംബന്ധമായ വിഷയങ്ങളാണ്. ദർ ഇസ് സംതിങ് കോൾഡ് ഹോളിയർ ദാൻ ദൗ ആറ്റിറ്റ്യൂഡ്. തന്നേക്കാൾ, നിങ്ങളെക്കാൾ അല്ലെങ്കിൽ പ്രതിയോഗിയേക്കാൾ തങ്ങളാണ് മെച്ചം എന്ന് വാദിക്കാൻ വേണ്ടി പ്രതിയോഗികളെല്ലാം തന്നെ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തുകൊണ്ട് പ്രതിയോഗികൾ, രാഷ്ട്രീയ പ്രതിയോഗികളെല്ലാം തന്നെ സ്ത്രീലെമ്പടന്മാരായി മാറുന്നു എന്ന ഒരു ലാർജർ നറേറ്റീവ്. അപ്പോൾ തങ്ങളുടെ ഇടയിലുള്ള പുഴുക്കുത്തുകളെ മറച്ചു പിടിക്കുകയും നിങ്ങൾ മാത്രമാണ് പ്രശ്നക്കാർ എന്ന ഒരു നറേറ്റീവ് കൊടുക്കുകയും ചെയ്യുന്നു. ഇത് രാഷ്ട്രീയമായി തൽക്കാലത്തേക്ക് നേട്ടമുണ്ടാകുന്നതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നേട്ടമുണ്ടാകുന്നതാണ്. മറ്റു പല വിഷയങ്ങളിൽ നിന്നും കാര്യങ്ങൾ, ചർച്ചകളെ മറച്ചു പിടിക്കാൻ പര്യാപ്തമായ ഒന്നാം തരം കവചകുണ്ഠലമായിരുന്നു ഇങ്ങനെയുള്ള ആരോപണം. അത് തീർച്ചയാണ്. പക്ഷെ ഇവിടെ നോക്കൂ, എന്തുകൊണ്ടാണ് കേരളം ഇതുപോലെ വിഷയങ്ങൾ, കാതലായ വിഷയങ്ങൾ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും കാതലായ വിഷയം സ്ത്രീ സംബന്ധമായ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുമാത്രമല്ല, ഒഫീഷ്യൽ, അത് കുഞ്ഞു മുഹമ്മദ് ആയിക്കൊള്ളട്ടെ, PT കുഞ്ഞുമുഹമ്മദ് ആയിക്കൊള്ളട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലായിക്കൊള്ളട്ടെ, ഇടതുപക്ഷത്തെ ഏതെങ്കിലും MLA ആയിക്കൊള്ളട്ടെ, ആരെങ്കിലും ആണെങ്കിലും ഈ ഇതുപോലെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ദുർബലരായ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങൾ, കടന്നുകയറ്റങ്ങൾ, നിർബന്ധിതമായ ചില നീക്കങ്ങൾ, ഇതെല്ലാമാണ് കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന പ്രധാന വിഷയം എന്നൊരു ചിന്തയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളുടെ പൊതുസമൂഹത്തിലെ ചർച്ചകൾ, മാധ്യമ ചർച്ചകൾ മാത്രമല്ല, രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ ചർച്ചകളുടെ ഒരു ആകത്തുക. അപ്പൊ നോക്കൂ, നമ്മുടെ ടേസ്റ്റ് ഇവിടെ നിൽക്കുന്നു. യഥാർത്ഥ തീർച്ചയാണ് സ്ത്രീ സുരക്ഷ, നമ്മുടെ ഘടനകൾ സ്ത്രീ സൗഹൃദമാണ്, നമ്മുടെ സർക്കാർ സ്ത്രീ സൗഹൃദമാണ്, പ്രതിപക്ഷവും സ്ത്രീ സൗഹൃദമാണ്. ജനറലി അങ്ങനെ തന്നെയാണ്. ഇവിടെ വ്യക്തികൾ, പ്രതിപക്ഷത്തെ ആകട്ടെ, ഭരണപക്ഷത്തെ ആകട്ടെ, അല്ലെങ്കിൽ BJP എന്ന രണ്ടാം പ്രതിപക്ഷത്തിൻ്റെ ആകട്ടെ, നേതാക്കൾ നടത്തുന്ന ചില പ്രസ്താവനകൾ, അവരവരുടെ സ്വകാര്യ കപ്പാസിറ്റിയിലും ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലും ഒഫീഷ്യൽ കപ്പാസിറ്റിയിലും ഇതുമായി നടത്തുന്ന കോടതി വിധികളെക്കുറിച്ചോ അല്ലെങ്കിൽ സംഭവങ്ങളെക്കുറിച്ചോ കേസുകളെക്കുറിച്ചോ നടത്തുന്ന പ്രസ്താവനകൾ, ആ പ്രസ്താവനകളെ പിടിച്ചുകൊണ്ട് ആഴത്തിലുള്ള ചർച്ചകൾ നടത്തുക വഴി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാം എന്ന ഒരു ഷോർട്ട് കട്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ, കോൺഗ്രസ്സുകാരും CPMകാരും ഒക്കെ തന്നെ കണ്ടുപിടിച്ചു എന്ന് കാണാം. നോക്കൂ, 3 വ്യക്തികൾ ഇവിടെ ഫോക്കസ് ആകുകയാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളായ 3 പേർ. ഒന്ന്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹമാണ് പറഞ്ഞത്, ഞാൻ ഇതാ ഒരു തീരുമാനമെടുക്കുന്നു, ഇതെൻ്റെ തീരുമാനമാണ്, ഞാൻ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ആദ്യത്തെ പരാതിയുടെ അതിജീവിതയോട് അടുപ്പമുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതാ ഞാനൊരു നിലപാടെടുക്കുന്നു, എൻ്റെ പാർട്ടി എന്നോടൊപ്പം നിൽക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. അദ്ദേഹം ആ നിലപാടിൽ നിന്നും കാര്യമായി വ്യതിചലിച്ചതായി എനിക്ക് കാണാനാവില്ല. പക്ഷെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റാണ്. അപ്പോൾ KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി രണ്ടാം ഘട്ടത്തിൻ്റെ, ഇന്ന് അവസാനിച്ച രണ്ടാം ഘട്ടം രാവിലെ നടത്തിയ ചില പ്രസ്താവനകൾ, അത് ഒരു കേസിൻ്റെ ഒരു രീതിശാസ്ത്രത്തെക്കുറിച്ചാണ്. വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴതലങ്ങൾ, അത് ആരുടെയോ പ്രേരണയാൽ, ഒരു നിയമപണ്ഡിതൻ്റെ, വക്കീലിൻ്റെ, നിയമജ്ഞൻ്റെ പ്രേരണയാൽ നന്നായി എഴുതി രാഷ്ട്രീയ പ്രേരിതമായി കുക്ക്ഡ് അപ്പ് സ്റ്റോറി എന്ന നിലയിൽ കൊണ്ടുവന്നതാണ്. അങ്ങനെയെങ്കിൽ അവിടെ വെട്ടക്കാരനോടൊപ്പമാണോ ഇരയോടൊപ്പമാണോ KPCC അധ്യക്ഷന്റെ മനസ്സ് എന്നതിനെക്കുറിച്ച് സ്വാഭാവികമായി ഒരു സംശയം തോന്നാം. ആ സംശയം മുഖ്യമന്ത്രി ശരിയായി വിലയിരുത്തുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് കോൺഗ്രസ് നേതാക്കളെ സ്ത്രീലമ്പടന്മാർ എന്ന് ആക്ഷേപിക്കുന്നതിൽ ന്യായമുണ്ടോ? വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി, ആദരണീയനായ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മൊത്തം മുഖ്യമന്ത്രിയാണ്, CPMന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി സംയമനം പാലിക്കാമായിരുന്നു എന്ന ഒരു ചിന്തയുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ നേതാവ് എന്ന് പറയുന്നത് UDF കൺവീനർ അടൂർ പ്രകാശ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നമുക്കറിയാം, അടൂർ പ്രകാശിന് ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം ഞാനും ഹോൾഡ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ദിലീപുമായി അടുപ്പമുണ്ട്. ബിസിനസ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാതിരിക്കാം. പക്ഷേ അദ്ദേഹം ഇതേക്കുറിച്ച് കാര്യമായി ഒന്നും പറയാതിരിക്കുകയും
അതേസമയം പ്രതിസ്ഥാനത്ത് നിന്ന് വിടുതൽ നൽകിയ ദിലീപിന് നീതി ലഭിച്ചു എന്ന് സാമാന്യം ഉറക്കെ പറയുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ കളക്റ്റീവ് കോൺഷ്യസ്നസ് അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന സംശയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.